ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് റാസ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കാം. റെനിൻ, ആൻജിയോടെൻസിൻ, ആൾഡോസ്റ്റിറോൺ സിസ്റ്റം. ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോഡിയിൽ ഉടനീളം ഈ ഒരു പാത്വേ ഉണ്ട് കേട്ടോ. അപ്പം ആണ് റാസ് സിസ്റ്റം. നമ്മുടെ ബോഡിയിൽ ഈ ഒരു സിസ്റ്റം ഉടനീളമുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ബേസിലാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസും ഡിക്രീസും ഒക്കെ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് റെനിൻ, ആൻജിയോടെൻസിൻ, ആൾഡോസ്റ്റിറോൺ സിസ്റ്റം, റാസ്. ഇതിൽ നമ്മുടെ കിഡ്നിയിലെ സെല്ലിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ റെനിൻ. അപ്പോൾ അവിടെ എക്സ്ട്രാ ജി ഗ്ലോമുലർ സെൽസിലെന്നാണ് നമ്മൾ അതിനാണ് ജെ ജി സെൽസിലെന്ന് റെനിൻ സെക്രീറ്റ് ആവുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലിവറിൽ നിന്ന് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻജിയോടെൻസിനോജിൻ. അപ്പോൾ ഈ റെനിനും ആൻജിയോടെൻസിനോജിനും കൂടെ ആക്ട് ചെയ്തിട്ടാണ്, അത് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്താണ് ആൻജിയോടെൻസിൻ 1 ആവുന്നത്. ഇനി ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആയി കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ലങ്സ് സെക്രീറ്റ് ചെയ്യും ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ഈ ഒരു എൻസൈമിൻ്റെ സഹായത്തോടെയാണ് ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇനി ഈ ആൻജിയോടെൻസിൻ അതിൻ്റെ റിസപ്റ്ററിൽ ചെന്ന് ബൈൻഡ് ചെയ്യും. നമ്മുടെ ഫാർമക്കോളജി ആകുമ്പോൾ മിക്കവാറും എല്ലാ ഡ്രഗും അതിൻ്റെ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ആൻജിയോടെൻസിൻ 2 ആൻജിയോടെൻസിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യും. ഇനിയാണ് പ്രധാനമായിട്ടുമുള്ള ആക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, പ്രധാനമായിട്ടുള്ള മെയിനായിട്ടുള്ള ആക്ഷൻസ് ഇനിയാണ് നടക്കുന്നത്. ഈ ഒരു ആക്ഷൻസ് നിങ്ങൾ പഠിക്കണം. ഈ ഒരു ഈ റാസ് സിസ്റ്റം ഈ നമ്മൾ പഠിക്കുന്ന ഹൈപ്പർ ടെൻഷനിലായാലും ആൻറ്റി ആൻജൈനയിലായാലും ആൻറ്റി അരിത്തമിക്കിലായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സിസ്റ്റം നമുക്കറിയാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും. കാര്യങ്ങളെല്ലാം നമുക്ക് ഉടനീളം മനസ്സിലാവും. ഈ ആൻജിയോടെൻസിൻ റിസപ്റ്റർ എന്ത് ചെയ്യും? നമ്മുടെ വാസോ കൺസ്ട്രക്ഷൻ വഴി നമുക്ക് BP കൂടും. വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലഡ് വെസൽസ്, ഇപ്പോൾ ആർട്ടറി ആവും, വെയിൻ, ഇതിൽ കൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ അവിടെ രക്തക്കുഴലിനെ ഒന്ന് കൺസെൻട്രേറ്റ് ചെയ്യും, ഒന്ന് ചുരുങ്ങും, നാരോയിങ് ആവും. അതുവഴി എന്ത് ചെയ്യും? ബ്ലഡ് ഫ്ലോ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതിൻ്റെ ഫ്ലോ കുറച്ച് കുറയും. അപ്പോൾ അവിടെ BP വർദ്ധിക്കുന്നു. കാരണം പ്രഷർ, നമ്മൾ ആ വാൾസിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും BP കൂടും. അതുപോലെ തന്നെ ആൻജിയോടെൻസിൻ റിസപ്റ്റർ കാരണം എന്താവുന്നു? ആൻജിയോടെൻസിൻ സെക്കൻഡും അത് ആൻജിയോടെൻസിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു സ്റ്റിറോയിഡ് റിലീസ് ചെയ്യും. അപ്പം ആ ഒരു സ്റ്റിറോയിഡ് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ സോഡിയം വാട്ടർ